കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം. രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ കട്ടയെയാണ് എല്ലാവരും നട തുറന്ന സമയത്ത് കണ്ടത്. എല്ലാവർക്കും മനസ്സിൽ ആനന്ദം വന്ന് ആ പൊന്നുണ്ണി കണ്ണൻ്റെ അടുത്തേക്ക് നാരായണനാമ മന്ത്രം ചൊല്ലി അതാ ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവും. ആ സുന്ദര രൂപം പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം ഒന്ന് മനസ്സിൽ കാണും എല്ലാവരും. നല്ലപോലെ കണ്ണടച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാണ് കയറി വരും. ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും നാമം ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണനത് തട്ടിക്കളയാൻ പറ്റില്ല. കണ്ണൻ ആ സ്നേഹത്തിൽ അടി വീണ് പതറി ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും. ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ, ഭക്തിയോടുകൂടി വിളിച്ചോളൂ, വിശ്വാസത്തോടു കൂടി വിളിച്ചോളൂ. കണ്ണൻ അത് തട്ടിക്കളയില്ല. കണ്ണൻ നമ്മുടെ ഒപ്പം വരും. നാരായണ 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 എന്ന് ഉറക്ക ജപിച്ചോളൂ എല്ലാവരും. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം എല്ലാം ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ട് കളയാൻ പാടില്ല. ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ഉപാസിക്കുക, ദിവസേന ഉപാസിക്കുക. കണ്ണൻ എല്ലാ കാര്യവും നമുക്ക് നേരെയാക്കി തരും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.